ഇന്ന് നിങ്ങളൊരു അടിപൊളി സംഭവം പരിചയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. കണ്ടോ, ഇത് പയറുവിത്തൊന്നുമല്ല, പകരം നമ്മുടെ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഗ്രാനുവൽസ് ആണ് ഈ സാധനം. ഈ ഗ്രാനുവൽസ് ആണ് ഇപ്പോൾ നമ്മളുള്ളത് കുന്നന്താനം കിൻഫ്രയിലാണ്, കിൻഫ്രയിലെ ഗ്രീൻ പാർക്കിലാണ്. ഈ ഗ്രാനുവൽസ് ആണ് ഈ കാണുന്ന മനോഹരമായ പ്ലാസ്റ്റിക് ഇതായി പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റ് മറ്റ് ചെടിച്ചട്ടികളായിട്ടൊക്കെ മാറുന്നത്. ഇതെങ്ങനെയാണ് മാറുന്നത് നോക്കണമെങ്കിൽ ഈ കാണുന്ന ഈ നമ്മുടെ വീടുകളിലെത്തി ഹരിതകർമ്മസേന അംഗങ്ങൾ പ്ലാസ്റ്റിക് ശേഖരിക്കും. നമ്മൾ പലരും ചോദിക്കാറുണ്ട്, ഇത് എവിടെയാണോ കുന്നു കൂടിക്കൊണ്ടിടാൻ വേണ്ടിയാണോ, എവിടെയെങ്കിലും ഒരു മാലിന്യ കൂമ്പാരമാക്കാൻ വേണ്ടിയാണോ പലരും സംശയിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഉള്ള കൃത്യമായ മറുപടിയാണ് ഈ കുന്നന്താനത്തെത്തി കിൻഫ്ര പാർക്കിലെ ഗ്രീൻ പാർക്കിലേക്ക് എത്തിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുണ്ടോ, പാലിൻ്റെ പ്ലാസ്റ്റിക് കവർ, അങ്ങനെ ഇതെല്ലാം ഈ ഹരിതകർമ്മസേന കളക്ട് ചെയ്ത് എത്തിക്കുന്നതാണ്. അതാണ് ഞാൻ കാണിച്ച ഗ്രാനുവലായി മാറുന്നത്. പിന്നീട് ഇത് പ്ലാസ്റ്റിക് പാത്രങ്ങളായി മാറും. നമ്മളിപ്പോൾ ഗ്രാനുവൽസ് കണ്ടോ, പ്ലാസ്റ്റിക്കിന്റെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രാനുവൽസ് ഉണ്ട്. അതിന്റെ ആദ്യ ഘട്ടം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് നമ്മുടെ വീടുകളിൽ നിന്ന് കൊണ്ടിരുന്ന പ്ലാസ്റ്റിക്കുകൾ കണ്ടേ, ഈ ചേട്ടന്മാർ കണ്ടോ, അത് എടുത്ത ഈ മെഷീനിലേക്ക്, റോളർ ഡസ്റ്റ് റിമൂവർ മെഷീനിലേക്ക് ഇടുന്ന പ്രക്രിയയാണ്. ഇവിടെ തുടങ്ങിയ ഈ പ്രൊസീജിയറാണ് പിന്നീട് നമ്മൾ കാണുന്ന ഗ്രാനുവൽസിലേക്ക് എത്തുന്നത്. അതിന് നമ്മുടെ സംസാരിക്കാൻ വേണ്ടി സിയാദ് സാർ ചെയ്യുന്നുണ്ട്. സാറേ, ഇതിന്റെ ഒരു പ്രക്രിയ ഒന്ന് വിവരിക്കാമോ? നമുക്ക് അല്പം കൂടെ മാറി. നമ്മളിപ്പോൾ ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മളിപ്പോൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഗ്രേഡ് ബൈ ഗ്രേഡ് തിരിയേണ്ടതുണ്ട്. LD, PP, HD അങ്ങനെ തിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് പോളിപ്രൊപ്പിലിൻ എന്ന് പറയുന്ന ഒരു ഗ്രേഡാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ HM, നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പാക്കിംഗ് മെറ്റീരിയൽ PP ഇവിടെ കൊണ്ടുവന്ന്, അതായത് പോളിപ്രൊപ്പിലിൻ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡസ്റ്റ് റിമൂവറിലേക്ക് ഇട്ട് അതിൻ്റെ പൊടി തട്ടി മാറ്റി അത് കൺവെയറിലൂടെ നേരെ എക്സ്ക്യൂട്ടർ നമ്മുടെ ഗ്രൈൻഡറിൽ ചെന്ന് ഗ്രൈൻഡറിൽ നിന്ന് ഫിക്ഷൻ വാഷിലും അതിനുശേഷം ഫ്ലോട്ടിംഗ് വാഷിങ്ങിലും ഡ്രയറിൽ ചെന്ന് ഉണങ്ങി നേരെ അത് വൃത്തിയായിട്ട് നല്ല ഡ്രൈ ആൻഡ് ക്ലീൻ ആയിട്ട് വരികയാണ്. അതിനെയാണ് നമ്മൾ പിന്നെ വീണ്ടും എടുത്തിട്ട് അഗ്ലോ ചെയ്ത് അഗ്ലോമീറ്ററിലൂടെ അതിന് പിന്നെ മിക്സറിൽ കളർ ചേർത്ത് ഏത് കളറിലേക്കാണ് വേണ്ടത് കണ്ടോണ്ട് സംസാരിക്കാം, അങ്ങോട്ട് പോവാം. റൈറ്റ്. ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ അവിടെ ഡസ്റ്റ് റിമൂവർ ചെയ്തതിന് ശേഷം കൺവെയറിലൂടെ ഗ്രൈൻഡറിലേക്ക് പോകുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ ഇവിടെ ചെന്നിട്ടാണ് അത് ഗ്രൈൻഡിങ്ങിലേക്ക് പോകുന്നത്. ആ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അത് നേരെ താഴേക്ക് നമ്മുടെ ഫ്രിക്ഷൻ വാഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മെത്തേഡാണ്. അത് ഫോർ സോഫ്റ്റ് പ്ലാസ്റ്റിക് വാഷ് ചെയ്യുന്നതാണ്. ആ വാഷിങ്ങിലേക്ക് ഇത് പോവുകയാണ്. അപ്പോൾ ഈ ഫ്രിക്ഷൻ വാഷിങ്ങിൽ നിന്നിട്ടും വൃത്തിയായതിനു ശേഷം നേരെ ഫ്ലോട്ടിംഗ് ടാങ്കിലേക്ക് പോകുന്നു. ഈ ഫ്ലോട്ടിംഗ് ടാങ്കിൽ നിന്നും നേരെ അത് അടുത്ത ഇതിലേക്ക് ഫ്ലോട്ടിംഗ് ടാങ്ക് വഴി നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളിലൂടെ, ഇത് ശരിക്കും മാനുവലായിട്ട് മുമ്പ് കൈകൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനെയാണ് ഇപ്പോൾ നമ്മൾ മെഷീനറി ഉപയോഗിച്ച് ഒരു ഓട്ടോമേഷനിലൂടെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് സംശയം ഉണ്ടാകാം അല്ലേ, ഈ പ്ലാസ്റ്റിക് ചെളി പിടിച്ച പ്ലാസ്റ്റിക് അല്ലേ, ഇത് എങ്ങനെയാണ് വൃത്തിയുള്ള ഗ്രാനുവൽസ് ആയി മാറ്റുന്നത്? അപ്പോൾ നമ്മൾ കൃത്യമായി ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാഷ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇതിങ്ങനെ ഇതുണ്ടാകും. ഇപ്പൊ തന്നെ അതിന്റെ ഇതൊക്കെ മാറിക്കഴിഞ്ഞു. ഇത് നേരെ കൺവെയറിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ അതിന്റെ ഇത് ചെളി, മണ്ണ്, എന്ത് ഇതുണ്ടെങ്കിലും ഇത് മാറിക്കഴിഞ്ഞു. ഇതിപ്പോ കഴുകി നമുക്ക് ഇനി ഇത് ഡ്രയറിലേക്ക് പോവാണ്. ഡ്രയറിലൂടെ വെളിയിലേക്ക് വരുന്നൊരു ഇതിലേക്കാണ്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രയറിലേക്ക് വരികയാണ്. ഇപ്പൊ ഡ്രയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഡ്രയറിൽ വന്ന് ഡ്രയറിലൂടെ ഇത് ഉണങ്ങി നേരെ ഇവിടുന്ന് ഹോട്ട് എയർ കൊടുത്തിട്ടുണ്ട്. ഹോട്ട് എയറിലൂടെ വന്ന് നേരെ നമുക്ക് ഈ സൈക്ലോൺ വഴി നമ്മൾ ഇപ്പൊ കണ്ട ആ പ്ലാസ്റ്റിക് അത് കഴുകി ഇതാ പീസാക്കി ഉണങ്ങിയാണ് എത്തുന്നത് ഡ്രയറിലൂടെ വന്നു അല്ലേ. ഇനി അടുത്ത ഗ്രാനുവൽസ് എങ്ങനെ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ അഗ്ലോ ചെയ്യണം. അപ്പൊ ഇത് അഗ്ലോ ചെയ്യുന്ന ഈ പ്രോസസ്സിങ്ങിലൂടെയാണ് ഇത് അഗ്ലോ ചെയ്ത് ഇങ്ങനെ ആക്കി മാറ്റുകയാണ്. ഇതാണ് അഗ്ലോ ചെയ്തതിനു ശേഷമുള്ള പ്രോസസ്സിങ്. അത് ഇതിന് നമ്മൾ കളർ ചേർത്ത് ഇത് മിക്സറാണ്. ഇതാണ് അഗ്ലോയിങ് മെഷീൻ. ഇതിലൂടെ പിന്നെ ഇത് കളർ ചേർത്ത് ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ മദർ ആൻഡ് ബേബിയാണ്. ഇപ്പൊ ഈ റീസൈക്ലിങ്ങിന് പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ റോഡ് വേസ്റ്റ് ചെയ്യുന്നതിന് മദർ ആൻഡ് ബേബി എന്നുള്ളതാണ്. ഒരു വലിയ മെഷീനിലൂടെ മെൽട്ടായിട്ട് അതിനെ ചെറിയ മെഷീനിലേക്ക് കൺവെർട്ട് ചെയ്ത് പോകുന്നതിനാണ് മദർ ആൻഡ് ബേബി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കളർ ചേർത്ത് ഇതായി വരുന്നതിന് നമ്മൾ എക്സ്ട്രൂഡറിന്റെ സഹായത്തോടെ ഇത് മദർ ഒരു പ്രക്രിയയിലൂടെ വന്ന് മദർ ആൻഡ് ബേബി എന്ന് പറയുന്ന ചെറിയ മെഷീനിലേക്ക് പോവാണ്. ഇവിടുന്ന് നമ്മൾ നേരെ റൺ ചെയ്ത് എക്സ്ട്രൂഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്നാണ് പിന്നെ ഗ്രാനുവലായിട്ട് മാറുന്നത്. നമ്മൾ മുമ്പ് കണ്ട ആ പ്ലാസ്റ്റിക് ആണ് ഇപ്പോൾ ഈ ഇറങ്ങി വരുന്ന അതിന്റെ തുടക്കം മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാനുവൽസ് ആക്കി മാറ്റുന്നു. ആ ഗ്രാനുവൽസിന് അങ്ങോട്ട് നടന്നാലോ? പിന്നെ അവിടെ നിന്ന് നമ്മൾ കളർ ചേർത്ത് എക്സ്ട്രൂഷനിലൂടെ മദർ ആൻഡ് ബേബി എക്സ്ട്രൂഡറിൽ വന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്ത് ഇതാണ് നമ്മൾ ആദ്യം കാണിച്ച ഗ്രാനുവൽസ് എന്ന് പറയുന്ന
സംഭവം. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി നമുക്ക് ഈ കളറിലുള്ള ഏത് പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റുന്നതിനും കഴിയും. നമ്മുടെ വീട്ടുപകരണങ്ങൾ, കപ്പ്, ബക്കറ്റ്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസ് മാത്രമല്ല, ഫ്ലവർ പോട്ട്, വേസ്റ്റ് ബിൻ തുടങ്ങി ഒട്ടനവധി നമുക്ക് തന്നെ വീണ്ടും ഉപയോഗിക്കാവുന്ന, അത് ശരിക്കും ഒരു പുനഃചക്രമണം വഴി നമുക്കൊരു പുനരുപയോഗത്തിന്റെ ഏറ്റവും വലിയ സാധ്യതകളാണ് നമ്മൾ ഇതുവഴി തുറന്നിരുന്നത്. കാരണം നമുക്ക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞ ഒരു വേസ്റ്റ് അല്ല, അത് വലിച്ചെറിയേണ്ടതല്ല, പുനരുപയോഗത്തിലൂടെ ഒരു മൂല്യവർദ്ധിത വസ്തുവാക്കി മാറ്റുന്നതിന്റെ ആദ്യഘട്ടമായിട്ട് നമുക്കിതിനെ ഗ്രാനുവൽസ് ആക്കി മാറ്റുകയാണ്. അതൊരു സംഭവമാണ്. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ആകുന്ന പ്ലാസ്റ്റിക് ഇല്ലേ, അതിനെ നമ്മൾ ഗ്രാനുവൽസ് ആക്കി മാറ്റിയ ശേഷം കസാര പ്രൊഡക്റ്റ്, കസേരയോ അതുപോലെ എന്ത് വേണേലും പോളിപ്രൊപ്പിലിൽ ചെയ്യുന്ന, ഇപ്പൊ ഞാൻ പുതിയതായിട്ട് നമ്മൾ ഇറക്കിയിരിക്കുന്ന വേസ്റ്റ് ബിൻ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലവർ പോട്ടുകൾ നമ്മുടെ വീടുകളിൽ അലങ്കരിക്കുന്നതിന്, അതുപോലെ ഇനി ഇപ്പൊ ഡോഗ് മാറ്റ്, പട്ടിക്കൂട്ടിലിടുന്ന മാറ്റ്, അതുപോലെ ആട്ടും ഗോട്ട് മാറ്റ്, അങ്ങനെ ഒട്ടനവധി നമുക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്കുള്ള ഒരു മൂല്യവർദ്ധിത വസ്തുവായിട്ട് ഇതിനെ കൺവെർട്ട് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും. നമുക്ക് ഇനി ഇവിടെ കൂട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ എങ്ങനെയാണ് അത് തരംതിരിച്ച് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ട, റീസൈക്കിളിന് വേണ്ടി കൊണ്ടുപോകേണ്ട പ്ലാസ്റ്റിക്കിനെ പറ്റി പത്തനംതിട്ടയിലെ ക്ലീൻ കേരള കമ്പനിയുടെ മാനേജർ സംസാരിക്കുന്നതായിരിക്കും. ഈ മിഷന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത് ബെയിലിംഗ് മിഷൻ എന്ന് പറയും. അതായത് പ്ലാസ്റ്റിക് വ്യവസായത്തിലെ ഇത്തരം കാര്യത്തിൽ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പം നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഒരു വാഹനത്തിൽ കയറിയെങ്കിൽ മാത്രമേ ഈ വ്യവസായം ലാഭകരമായി പോവുള്ളൂ. അപ്പം ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക്കിനെ നമ്മൾ ഇവിടെ ഞങ്ങൾ മെരുക്കുക എന്ന് പറയും. പ്ലാസ്റ്റിക് മെരുക്കാനുള്ള ഒരു മെഷീനാണ്. അപ്പം ഈ യന്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലോറിയിൽ ഒരു 10-15 ടൺ വരെ കയറും. അല്ലെങ്കിൽ നമ്മൾ ബെയിൽ ചെയ്തില്ല എങ്കിൽ അതിൽ 3 ടണ്ണോ 2 ടണ്ണോ കയറുള്ളൂ. അപ്പൊ അത് നമുക്ക് ബെയിൽ ചെയ്താൽ നമ്മൾ ആദ്യം കണ്ടതല്ലേ? അതെ 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 അതെ. ഇനി ബെയിൽ ചെയ്ത ശേഷമാണ് നമ്മൾ ഗ്രാനുവൽസിലാക്കുന്ന പ്രക്രിയയിലേക്ക് പോകുന്നത്. അല്ല, ബെയിൽ ചെയ്യുന്നത് ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ, അതായത് പെറ്റ് ബോട്ടിൽ നമ്മൾ ഇവിടെ റീസൈക്കിൾ ചെയ്യുന്നില്ല. പെറ്റ് ബോട്ടിൽ അല്ലാതെ തന്നെ നമ്മളൊരു മാർക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ പേപ്പർ, നമ്മൾ ഈ കാർഡ്ബോർഡൊക്കെ ശേഖരിക്കുന്ന സാധനമുണ്ട്. അങ്ങനെ പ്ലാസ്റ്റിക് ചാക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ ബെയിൽ ചെയ്യുന്നത്. അല്ലാത്ത കവറുകൾ മുഴുവൻ തന്നെ നമ്മളിവിടെ ഗ്രാനുവൽസിലേക്ക് മാറ്റുകയാണ്. ഗ്രാനുവൽസിലേക്ക് മാറ്റുന്നതാണ് എനിക്ക് അടുത്ത കാണേണ്ടതായിട്ടുള്ളത്. കണ്ടല്ലോ, ഹരിതകർമ്മ സേനയിലെ ചേച്ചിമാർ കളക്ട് ചെയ്യും നമ്മുടെ വീടുകളിലെ പ്ലാസ്റ്റിക്, അതിനെന്ത് സംഭവിക്കുന്നു പത്തനംതിട്ട ജില്ലയിൽ. നമുക്കിപ്പം ക്ലീൻ കേരളയുടെ MD അദ്ദേഹം ഒരിക്കൽ കൂടി ചേരുവാണ്. സാറേ, ഒരു നവകേരള സൃഷ്ടിയിൽ വലിയ പങ്കാണ് ക്ലീൻ കേരള കമ്പനി വഹിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കുന്നദാനത്തെ, അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള ഗ്രാമപഞ്ചായത്തുകൾക്ക് ഷെയറുള്ള ഒരു പുതിയ ബിസിനസ് മോഡൽ, ഇത് വലിയൊരു പങ്കല്ലേ ഇനി വഹിക്കാൻ പോകുന്നത്? അതെ, ക്ലീൻ കേരള കമ്പനി എന്ന ആശയം തന്നെ നമ്മുടെ രാജ്യത്ത് ആദ്യമാണ്. വേറൊരു സംസ്ഥാനത്തും ഇത്തരത്തിലൊരു സംവിധാനം ഇല്ല. ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലാണ് ക്ലീൻ കേരള കമ്പനി പ്രവർത്തിക്കുന്നത്. ക്ലീൻ കേരള കമ്പനിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് മാലിന്യം മൂല്യവത്താക്കി അതിൽ നിന്നും സമ്പത്ത് കണ്ടെത്തി ഈ സംവിധാനത്തെ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സർക്കാരിൻ്റെ പ്രത്യേകിച്ചുള്ള ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അല്ല ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് തന്നെ ഒരു പുതിയ ആശയമാണ്. സംസ്ഥാനത്ത് ഇന്നിപ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് 70% വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണാ സംവിധാനമാണ്. അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ, മെഡിക്കൽ കോളേജുകളുടെ, ഇവിടെയുള്ള എല്ലാം തന്നെ അജൈവ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അതിൽ മൂല്യവത്താക്കി ഇത്തരത്തിൽ റീസൈക്ലിങ്ങിനാണ് കൈമാറുന്നത്. സർ, ഇവിടെ ഇപ്പോൾ നിലവിൽ ഗ്രാനുവൽസ് ഒരു പ്രവർത്തനമാണല്ലോ, ഭാവിയിൽ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിപ്പോൾ ഇതിൻ്റെ കമ്പനിയുടെ ഈ മേഖലയിലുള്ള ഒരു തുടക്കമാണ്. വളരെ വൈകാതെ തന്നെ ഇതിൽ നിന്ന് മെറ്റീരിയൽ ഉണ്ടാക്കാൻ കമ്പനി പോവുകയാണ്. അതായത് വീട്ടുപകരണങ്ങൾ, ആവശ്യത്തിനുള്ള മഗ്ഗായിരുന്നാലും കോരിയായിരുന്നാലും പ്ലാസ്റ്റിക് കസേരയായിരുന്നാലും മറ്റ് ബക്കറ്റായിരുന്നാലും എല്ലാതരം ഉപകരണങ്ങളിലേക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ തരം മെറ്റീരിയലും ഇവിടെ നിന്ന് നിർമ്മിക്കാൻ കഴിയും. അത് ഹരിതകർമ്മ സേന വഴി തന്നെ വീടുകളിൽ എത്തിക്കുക എന്നുള്ള ഒരു ആശയം. അതായത് വീട്ടിൽ നിന്നും ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന പാഴ്വസ്തുക്കൾ ഒരു ഉൽപ്പന്നമാക്കിക്കൊണ്ട് ആ ഉൽപ്പന്നം അവരുടെ കൈകളിലേക്ക് ഹരിതകർമ്മ സേന വഴി തന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു നൂതനമായ ആശയമാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുള്ളത്. സാറ് പറയുമ്പോൾ നമ്മൾ ഹരിതകർമ്മ സേന അല്ലേ, യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സേനയായി മാറുകയാണ്. അങ്ങനെ പറയാമല്ലോ. തീർച്ചയായും കേരളത്തിന്റെ സേന ഏകദേശം 40,000-ഓളം വരുന്ന വനിതകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുകയാണ്. അവരുടെ ഒരു വലിയൊരു ഇടപെടലാണ് നമ്മുടെ സംസ്ഥാനം മാലിന്യമുക്തത്തിലേക്ക് പോകുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. അവർ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സേന തന്നെയാണ്. ഇത്തരം ഒരു പ്ലാന്റ് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഇതിന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന് വലിയ ഒരു പങ്കുണ്ട്.
എനിക്ക് തോന്നുന്ന ഓമലൂർ ശങ്കരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇപ്പോൾ LDFന്റെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്ന ഓമലൂർ ശങ്കരൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ ജില്ലാ പഞ്ചായത്തിന് വലിയൊരു പങ്കില്ലേ സാർ ഇത് നടപ്പിലാക്കിയത്? തീർച്ചയായിട്ടും അതാ ഞാൻ സൂചിപ്പിച്ചത്. അതായത് ഒരു മാലിന്യ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഒരു MCF RRF ഇത് തുടങ്ങുമ്പോൾ തന്നെ ആദ്യം എതിർപ്പിൻ്റെ ശബ്ദങ്ങളാണ് ആദ്യം വരുന്നത്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം തുടക്കത്തിൽ എതിർപ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എതിർപ്പുകളെപ്പോലും അനുകൂല ഘടകങ്ങളാക്കി മാറ്റുന്ന തരത്തിലായിരുന്നു നമ്മുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടപെടൽ. അത് ഇവിടെ വരുന്നത് ഒരു ഫാക്ടറിയാണെന്നും ആ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്നും ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾ മുൻപിലുണ്ടായിരുന്നു. ഇവിടുത്തെ പഞ്ചായത്താകട്ടെ, ജില്ലാ പഞ്ചായത്താകട്ടെ, അതുപോലെ വിവിധ തരത്തിലുള്ള ജനപ്രതിനിധികളുടെ ഒരു സഹായവും ഇടപെടലും എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് സ്ഥാപിതമാകുന്നതിന് ഏറ്റവും വലിയൊരു പ്രാധാന്യമാണ് അക്കാര്യത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഓരോ തരത്തിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത്, പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഇടപെടൽ വളരെ വലിയ പങ്കാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കാരണം അടിക്കടിയുള്ള റിവ്യൂ മീറ്റിംഗ്, അടിക്കടിയുള്ള മോണിറ്ററിംഗ്, ഈ പ്ലാന്റ് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് സമയബന്ധിതമായി സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി സമയബന്ധിതമായി നടപ്പാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചാരിതാർത്ഥ്യജനകമായ കാര്യം. ഒരു രസം എന്ന് പറയുന്നത്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഓമലൂർ ശങ്കരൻ ഇരുന്നപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് പ്ലാന്റ് വിസിറ്റ് ചെയ്യുകയും വാർത്ത ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം ഉടൻ ഇത് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ പോലും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതിൽ ജില്ലാ പഞ്ചായത്ത്, ഇപ്പോൾ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒക്കെ അഭിനന്ദിക്കുകയാണ് സംസ്ഥാന സർക്കാർ, ക്ലീൻ കേരള കമ്പനി. ഇനിയും പറയാൻ മറ്റൊരു കാര്യം പ്രേക്ഷകരോടുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഹരിതകർമ്മ സേനകൾ വരുമ്പോൾ ഈ പ്ലാസ്റ്റിക് തരംതിരിച്ചു കൊടുക്കണം. ഫുഡ് വേസ്റ്റ് വേറേത് അല്ലേ, പ്ലാസ്റ്റിക് വേറേത് പലരും അതത്ര സുഖകരമായിട്ടല്ല അതിനെ എടുക്കുന്നത്. ഇനി അങ്ങനെ എടുക്കാവുള്ളൂ. കാരണം അവർ ആവശ്യപ്പെടുന്നത് ഇതുപോലെ വലിയൊരു പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് പ്ലാസ്റ്റിക് കൊണ്ടിരുന്നത്. മാലിന്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ ചുമ്മാതങ്ങ് കേരളം നടത്തുകയല്ല, ഇത്തരത്തിൽ വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൂടിയാണ്. കുന്നന്താനത്തെ ഗ്രീൻ പാർക്ക് മാലിന്യമുക്ത കേരളത്തിന് വലിയ സംഭാവനയാണ് നൽകുന്നത്. കൈരളി ന്യൂസിനു വേണ്ടി കുന്നന്താനത്തെ ഗ്രീൻ പാർക്കിൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു.